സഹോദരി സഹോദരന്മാരെ, ഞാൻ ഫാദർ സാംപി ജോർജ്, ഡയറക്ടർ ഗ്രേസ്വൽ കൗൺസിലിംഗ് ആൻഡ് ഇൻസൈറ്റ് അക്കാദമി, പത്തനംതിട്ട. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് സ്ത്രീകളുടെ 7 പ്രത്യേകതകൾ, 7 സീക്രട്സ് ഓഫ് വുമൺ എ മാൻ മസ്റ്റ് നോ എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം 10 സീക്രട്സ് ഓഫ് മെൻ എവരി വുമൺ മസ്റ്റ് നോ എന്നുള്ളതാണ്. പുരുഷൻ്റെ 10 പ്രത്യേക രഹസ്യങ്ങൾ എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കറിയാം, പുരുഷനും സ്ത്രീയും തമ്മിൽ വളരെ വ്യത്യസ്തമുണ്ട്. എന്നാൽ ഈ വ്യത്യസ്തതകൾ നമ്മൾ അംഗീകരിച്ചെങ്കിലേ ഒന്നിച്ച് കഴിയാനും സന്തോഷമായി കഴിയാനും നമുക്ക് കഴിയുകയുള്ളൂ. ഒരിക്കൽ ബ്രിട്ടനിലുള്ള ഒരു പത്രപ്രവർത്തക, 40 വയസ്സ് പ്രായമുള്ള ആ സ്ത്രീ അവിവാഹിതയായി കഴിയുകയാണ്. തൻ്റെ കൂട്ടുകാരൊക്കെ തന്നോട് ചോദിച്ചു, എന്താണ് മാഡം അങ്ങ് അവിവാഹിതയായി കഴിയുന്നതിന് കാരണം വല്ലതുകൊണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, എൻ്റെ വീട്ടിൽ ഒരു നായും ഒരു പൂച്ചയും ഒരു തത്തയുമുണ്ട്. ഈ രാത്രി മുഴുവനും കുരച്ചുകൊണ്ടേയിരിക്കും. ഈ തത്ത പകൽ മുഴുവനും ചിലച്ചുകൊണ്ടേയിരിക്കും. പൂച്ചയോ അത് വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞ് തിരികെ വരികയുള്ളൂ. മിക്കവാറും അത് വീട്ടിൽ കാണുകയില്ല. പിന്നെ ഞാൻ എന്തിനാണ് വിവാഹം ചെയ്യുന്നത്? ഭർത്താവിനെ പറ്റി ആ സ്ത്രീക്കുള്ള കാഴ്ചപ്പാട് എന്താണ്? അവരെന്താണ് ഭർത്താവിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? പലപ്പോഴും തെറ്റായ ഒരു കാഴ്ചപ്പാടിലൂടെ അവർ അവിവാഹിതയായി കഴിയുന്നു എന്നുള്ളതാണ് സത്യം. പുരുഷൻ്റെ പ്രത്യേകതയിൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ളത് ബഹുമാനം ആഗ്രഹിക്കുന്നവനാണ് അവൻ. പുരുഷനെ ബഹുമാനിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അസ്വസ്ഥനാകും. സ്ത്രീക്ക് ആവശ്യമായത് കരുതലും വാത്സല്യവും സ്നേഹവും ഒക്കെ ആണെങ്കിൽ പുരുഷന് ആവശ്യമുള്ളത് ഈ ബഹുമാനമാണ്. അവളെന്നെ ബഹുമാനിക്കുന്നെന്ന് ചിന്ത. കൂട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ ഈ സ്ത്രീ എന്തെങ്കിലും കളിയാക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, പുരുഷൻ അസ്വസ്ഥനാകും. അവനെ അത് വളരെയേറെ ദുഃഖിപ്പിക്കുകയും വേദന ഉണ്ടാക്കുകയും ചെയ്യും. അവനത് പ്രതികാരം ചെയ്യുവാൻ സന്നദ്ധരാകും. അതുകൊണ്ട് ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് പുരുഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുരുഷൻ്റെ ഹോർമോൺ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണാണ് പുരുഷനിൽ കൂടെ ഓടുന്നത്. പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങൾക്ക് ശക്തിയും ഉന്മേഷവും ഉത്സാഹവും ഒക്കെ നൽകുവാൻ കഴിവുള്ള ആ പ്രധാനപ്പെട്ട ഹോർമോൺ അവനിൽ കൂടുതലുണ്ട് സ്ത്രീയെക്കാളും. സ്ത്രീയിലും പുരുഷനും ഇതെല്ലാം ഉണ്ടെങ്കിലും പുരുഷനിലത് കൂടുതലായതുകൊണ്ട് അവൻ്റെ ചിന്തകൾ എപ്പോഴും ലൈംഗിക കാര്യങ്ങളിലായിരിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് കൂടുതലും സ്ത്രീ പീഡനമൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പുരുഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ലൈംഗിക കാര്യങ്ങളിലുള്ള ഒരു വലിയ താല്പര്യം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ആശയവിനിമയത്തിലുള്ള പ്രത്യേകതയാണ്. അതായത് നമുക്കറിയാം, കൂടുതൽ സംസാരിക്കുന്ന സ്ത്രീയാണ്. പുരുഷനോ അധികം സംസാരിക്കുകയില്ല. വളരെ ടെലഗ്രാഫിക് വേഡിലായിരിക്കും. പലപ്പോഴും അവർ ഹൃദയം തുറന്ന് സംസാരിക്കാത്തത് കൊണ്ട് ഈ സ്ത്രീ പലപ്പോഴും അസ്വസ്ഥരാകുന്നതെന്നും നമുക്കറിയാം. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും ഈ ഫുഡ് ഹാബിറ്റ്സിൽ ഈ പുരുഷനൊരു പ്രത്യേകതയുള്ളവനാണ്. ഭക്ഷണകാര്യത്തിൽ ഭക്ഷണം അവന് താല്പര്യമുള്ള കാര്യമാണ്. അവൻ്റെ ഭാര്യ നന്നായി ഭക്ഷണം വെക്കുന്ന ആളും നന്നായിട്ട് വിളമ്പുന്ന ആളുമാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ സന്തോഷവാനാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അഞ്ചാമത്തെ പ്രധാന കാര്യം ക്ലെൻലിനെസ് എന്നുള്ളതാണ്. അതായത് വൃത്തി, വീറ് എന്നൊക്കെയുള്ള പറയുമല്ലോ. ഒരു വൃത്തിയും വീറുമില്ലാത്തവൾ എപ്പോഴും ഈ പുരുഷൻ നോക്കുന്നത് ഒരു പ്രത്യേകത. അവനെപ്പോഴും വിഷ്വലാണ്, കാഴ്ചയാണ് അവൻ്റെ കൂടുതലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവൻ ഈ സ്ത്രീയെ നോക്കുമ്പോൾ ബാഹ്യമായ അവളുടെ രൂപത്തിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൽ ഒരു സ്നേഹം തോന്നുവാൻ കാരണമാകും. മുടി ചീകാതെ, മുഖം കഴുകാതെ, അല്ലെങ്കിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ നടക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെ ഒരു പുരുഷൻ കരുതുവാനും സ്നേഹിക്കുവാനും കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആറാമത്തെ പ്രധാനപ്പെട്ടമായ കാര്യമെന്ന് പറയുന്നത്, പുരുഷൻ മോണോ ടാസ്ക് സിസ്റ്റമാണ് അവൻ്റെ ബ്രെയിനിലുള്ളത്. മോണോ ടാസ്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ അവന് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. ടണൽ വിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നിച്ചെല്ലാ കാര്യങ്ങളിൽ കൂടെ പ്രവർത്തിക്കുവാനോ ചെയ്യുവാനോ അവന് കഴിയുന്നില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ്, മൾട്ടി ടാസ്ക് സിസ്റ്റമാണ് ബ്രെയിനിലുള്ളത്. ഒരേ സമയത്ത് പല ജോലികൾ ചെയ്യാൻ പറ്റും. സ്ത്രീക്കത് നടക്കും, പക്ഷേ പുരുഷന് പലപ്പോഴും സാധിക്കുന്നില്ല.
അവനൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അത് കഴിഞ്ഞിട്ടേ മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുവാനായിട്ട് അവൻ കഴിയുകയുള്ളൂ. ഏഴാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇമോഷണൽ ഡിസ്റ്റൻസ് ഉള്ള ആളുകളാണ് പുരുഷന്മാർ പലപ്പോഴും. ഇമോഷണൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഒരു തണുത്ത ഒരു മനോഭാവം. വൈകാരികമായി ചില കാര്യങ്ങളിൽ പൊട്ടിത്തെറിക്കുമെങ്കിലും അധികം വലിയ വൈകാരിക പ്രകടനങ്ങൾക്കൊന്നും പോകാനുള്ള ഒരു ആഗ്രഹമില്ലാത്ത മനുഷ്യനാണ് പുരുഷൻ എന്ന് പറയുന്നത്. സ്ത്രീ ഒരുപക്ഷെ ആഗ്രഹിച്ചേക്കാം, ഇങ്ങനൊന്നും സ്നേഹം പ്രകടിപ്പിച്ചാൽ പോരാ, കുറച്ചുകൂടെയൊക്കെ സ്നേഹം വേണമെന്ന് പറഞ്ഞേക്കാം. പക്ഷേ പുരുഷന് ആ സ്നേഹമൊക്കെ അത്രേ പ്രകടിപ്പിക്കാൻ അറിയുള്ളൂ. അപ്പോൾ വൈകാരികമായ ഒരു വ്യത്യസ്തതയുണ്ട്. പക്ഷേ നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഇതൊക്കെ മാറ്റം വരുന്നതാണ് എങ്കിൽ പോലും പലപ്പോഴും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യസ്തതകളിൽ വൈകാരിക വ്യത്യസ്തതകളെ കാണുവാനായിട്ട് കഴിയും. എട്ടാമതായിട്ടുള്ളത് ധനം, പണം, സ്വത്ത് എന്നൊക്കെ പറയുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആത്മീയ കാര്യങ്ങളേക്കാൾ കൂടുതൽ, ദൈവിക വിഷയങ്ങളെക്കാൾ കൂടുതൽ പുരുഷൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് ഈ സ്വത്തും ധനവും പണവും ജോലിയും ഒക്കെയാണ്. അതുകൊണ്ട് ആ മേഖലകളിലേക്കായിരിക്കും അവൻ്റെ ചിന്തകൾ കൂടുതലും വരുന്നത്. സ്ത്രീ അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലോ അല്ലെ അവനെ അതിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചാലോ പലപ്പോഴും പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണാം. ഒൻപതാമത്തായിട്ടുള്ളത് പുരുഷനൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. എപ്പോഴും വിമർശനാത്മകമായ ഒരു ചിന്ത അവൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അവൻ്റെ ചിന്തയിലും അവൻ്റെ ആലോചനകളിലുമൊക്കെ പലപ്പോഴും നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവൻ വളരെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള കഴിവ് അവനുണ്ട് എന്നുള്ളത് സ്ത്രീ മനസ്സിലാക്കണം. പക്ഷേ സ്ത്രീക്കാണെങ്കിൽ അതീന്ദ്രമായ ബുദ്ധിയുണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. കൂടുതൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള ഒരു കഴിവ് സ്ത്രീക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് സത്യമാണ്. എങ്കിലും ഇവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലോജിക്കൽ തിങ്കിങ് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്പർശനം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അതായത് പുരുഷൻ്റെ ത്വക്കിന് കട്ടി കൂടുതലാണ്. സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവളുടെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറയും. ഇത് മുഖത്തും കൈവിരലുകളിലുമൊക്കെ ധാരാളം കൂടുതലായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് സ്പർശനത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നവരാണ് സ്ത്രീകൾ. പുരുഷൻ അത്രമാത്രം അതിൽ ശ്രദ്ധിക്കാറില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്പർശനത്തിൻ്റെ വളരെയേറെ ആവശ്യമുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കണം. പെൺകുട്ടികൾ മാത്രമല്ല, കുട്ടികളെല്ലാവരും, ശിശുക്കളായിരിക്കുന്നവർ, അവർ ഈ സ്പർശനം കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും തൊലിപ്പുറത്തുണ്ടാകുന്ന പല രോഗങ്ങളും ഉണ്ടാകുന്നത് എന്ന് പണ്ഡിതന്മാർ ഇന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്പർശനം വളരെയേറെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. പുരുഷൻ്റെ ത്വക്ക് വളരെ കട്ടി കൂടിയതായതുകൊണ്ടും പലപ്പോഴും പുരുഷന് ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന വേദനകളൊക്കെ അത്ര പെട്ടെന്നൊന്നും അറിയുന്നില്ല. എന്നാൽ സ്ത്രീകൾക്ക് വേദനകൾ വളരെ വേഗം അത് അനുഭവപ്പെടും എന്നുള്ളതാണ് സത്യം. പലപ്പോഴും പുരുഷൻ്റെ മുഖം ആ കുറ്റി രോമം കൊണ്ട് മുഖം കീറുന്നതിന് കാരണവും ഈ തൊലി കട്ടി കുറവ് കൊണ്ടാണ്, സ്ത്രീയുടെ തൊലിക്കട്ടി കുറവ് കൊണ്ടാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇത് വലിയൊരു വ്യത്യാസമാണ്. കൂടാതെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കേൾവിശക്തി സ്ത്രീയേക്കാൾ കുറവാണ്. അതുപോലെ രുചി, മണം ഇതൊക്കെയും സ്ത്രീകൾക്കാണ് കൂടുതലായും അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും വ്യത്യസ്തതകൾ, പുരുഷനുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതനുസരിച്ച് അവരെ സ്നേഹിക്കാൻ നമ്മൾ കഴിയുമ്പോൾ അവരുമായുള്ള ബന്ധം വർദ്ധിക്കുന്നു. നല്ലൊരു കുടുംബ ബന്ധത്തിന് ആ ഒരു അറിവ് നമ്മളെ സഹായിക്കും എന്ന് യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, അത് ഷെയർ ചെയ്യണം, അത് ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ വളരെ ശക്തമായ ഒരു വിഷയവുമായി, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന വിഷയമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.